കോട്ടയം ജില്ലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കേരള കോൺഗ്രസ് വിവിധ ഗ്രൂപ്പുകളുടെ ആസ്ഥാനമാണ് കോട്ടയം ജില്ല. പിളരുംതോറും വളരുകയും വളരുംതോറും പിളരുകയും ചെയ്യുന്ന പാർട്ടി എന്ന വിശേഷണം കേരള കോൺഗ്രസ്സിന് നൽകിയത് സാക്ഷാൽ KM മാണി സാറാണ്. 2021 മാണി ഗ്രൂപ്പ് LDFിലെത്തിയതോടെ LDF കോട്ടയം ജില്ലയിൽ മേൽക്കൈ നേടി. 9 നിയമസഭാ മണ്ഡലങ്ങളാണ് കോട്ടയം ജില്ലയിൽ ഉള്ളത്. ഇക്കുറി 2026 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം കോട്ടയം ജില്ലയുടെ സ്വഭാവം മാറുന്ന കാഴ്ചയാണ് കണ്ടത്. വൈക്കത്തൊഴികെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി കോൺഗ്രസ്, വലിയ മുന്നേറ്റം നേടി കോൺഗ്രസ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചു കോട്ടയത്ത്. കോട്ടയം ആര് വാഴും ആര് വീഴും, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പൊളിറ്റിക്സ് കേരള സർവേ തുടങ്ങുന്നു. കോട്ടയം ജില്ലയുടെ ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിൾ നിലവിലെ MLA ആണ്. ജോബ് മൈക്കിൾ മാണി ഗ്രൂപ്പിൻ്റെ നേതാവാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചത് 6509 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ജോബ് മൈക്കിൾ ഇത്തവണയും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ജോബ് മൈക്കിൾ സജീവ സാന്നിധ്യമാണ്. ഏറ്റുമാനൂർ മന്ത്രി VN വാസവൻ്റെ മണ്ഡലമായ ഏറ്റുമാനൂർ. കഴിഞ്ഞ തവണ VN വാസവൻ വിജയിച്ചത് 16,303 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. ഇത്തവണയും VN വാസവൻ തന്നെ അവിടെ നിന്ന് വിജയിക്കും. ഇനി കടുത്തുരുത്തിയാണ്. കടുത്തുരുത്തി മോൻസ് ജോസഫ് കഴിഞ്ഞ തവണ 4256 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാവാണ് മോൻസ് ജോസഫ്. അവിടെ UDF വീണ്ടും വിജയിക്കാനാണ് സാധ്യത. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് തുടർച്ചയായി വിജയിച്ചു വരുന്നു. മോൻസ് ജോസഫിനെ അത്ര പെട്ടെന്ന് അട്ടിമറിക്കാൻ പെട്ടെന്നൊന്നും LDFന് സാധിക്കില്ല. കഴിഞ്ഞ തവണ നല്ലൊരു ടൈറ്റ് ഫൈറ്റ് നടത്തിയിട്ട് പോലും 4256 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മോൻസ് ജോസഫ് ജയിച്ചു കയറി UDFന് വേണ്ടി. കാഞ്ഞിരപ്പള്ളി ഡോക്ടർ N ജയരാജ് കഴിഞ്ഞ തവണ 14,303 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ്. ഇത്തവണ കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജ് കടുക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ അവിടെ സ്ഥാനാർത്ഥിയാകും എന്ന സൂചനകൾ ലഭിക്കുന്നു. അങ്ങനെ വന്നാൽ ആ മണ്ഡലം UDFന് ലഭിക്കും. മറ്റ് ആര് മത്സരിച്ചാലും N ജയരാജന് സാധ്യതയുണ്ട്. പക്ഷേ മറിയ ഉമ്മൻ കാഞ്ഞിരപ്പള്ളി ലാക്കാക്കി വരുന്നു. അവിടെ ജയരാജന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നാണ് സൂചന. ഇനി കോട്ടയമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ 18,741 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് കോട്ടയം. ഇത്തവണയും അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥി. അത് UDFനോട് ഒപ്പം നിൽക്കും. ഇനി പാലയാണ്. കഴിഞ്ഞ തവണ വലിയ അട്ടിമറി നടന്ന മണ്ഡലമാണ് പാല. മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ 15,378 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചു. മാണി സി കാപ്പൻ UDFിലാണ് ഇപ്പോൾ. കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുമായി വീണ്ടും മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിലുള്ള മത്സരമാണ് പാലയിൽ നടക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം വെച്ചാണെങ്കിൽ, ഞങ്ങളുടെ സർവേ അനുസരിച്ചാണെങ്കിൽ മാണി സി കാപ്പൻ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പെട്ടെന്ന് മാണി സി കാപ്പനെ കീഴടക്കാൻ ജോസ് കെ മാണിക്ക് പ്രയാസമാണ്. അതുകൊണ്ട് ഇത്തവണയും പാല മാണി സി കാപ്പനോടൊപ്പം നിൽക്കും. അത് UDFൻ്റെ ക്രെഡിറ്റിൽ എഴുതപ്പെടും. ഇനി പൂഞ്ഞാറാണ്. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ കഴിഞ്ഞ തവണ PC ജോർജിനെ 16,501 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചു. ഇത്തവണയും മാണി ഗ്രൂപ്പിലെ സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ് സ്ഥാനാർത്ഥി. അവിടെ LDF ആ മണ്ഡലം നിലനിർത്തും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി പുതുപ്പള്ളിയാണ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ
ഉപതെരഞ്ഞെടുപ്പിൽ 37,719 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ തന്നെയാണ് സ്ഥാനാർത്ഥി. ചാണ്ടി ഉമ്മനെ പെട്ടെന്ന് അട്ടിമറിക്കാൻ LDF ഇപ്പോൾ കരുത്തു പോരാ. എന്തായാലും ചാണ്ടി ഉമ്മൻ വലിയ ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളിയിൽ നിന്ന് വിജയിക്കും. അത് UDF സീറ്റായി മാറും. വൈക്കമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF 6,000-ലേറെ വോട്ടിൻ്റെ ലീഡ് കൊടുത്ത നിയമസഭാ മണ്ഡലമാണ് വൈക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തിരിച്ചടി ഉണ്ടായപ്പോൾ വൈക്കത്ത് തിരിച്ചടി ഉണ്ടായില്ല. അവിടെ കഴിഞ്ഞ തവണ CK ആശ ജയിച്ചത് 29,821 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ഇത്തവണയും CK ആശ വീണ്ടും മത്സരിക്കുമെന്നറിയുന്നു. എന്തായാലും വൈക്കം LDF ഉറച്ച കോട്ട തന്നെ. CPIക്കാണ് ആ സീറ്റ്. CPIയുടെ PS ശ്രീനിവാസൻ, കരുത്തനായ നേതാവ് PS ശ്രീനിവാസനൊക്കെ വിജയിച്ച നിയോജക മണ്ഡലമാണ് വൈക്കം. അങ്ങനെ വരുമ്പോൾ LDF 9 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF 4 UDF 5 വിജയിക്കും. LDF വിജയിക്കുന്ന മണ്ഡലങ്ങൾ ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, പൂഞ്ഞാർ, വൈക്കം എന്നീ മണ്ഡലങ്ങളാണ്. UDF വിജയിക്കുന്ന മണ്ഡലങ്ങൾ കടുത്തുരുത്തി, കാഞ്ഞിരപ്പള്ളി, കോട്ടയം, പാല, പുതുപ്പള്ളി എന്നീ മണ്ഡലങ്ങളാണ്. ഇതാണ് കോട്ടയം ജില്ലയിലെ ലേറ്റസ്റ്റ് സർവേ.